ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ മരണം കൊലപാതകം തന്നെ. മാതാപിതാക്കളും അമ്മാവനും മുത്തശ്ശിയും കസ്റ്റഡിയിൽ. കൊന്നത് അമ്മാവനെന്ന് സംശയം. മൊഴികളിലാകെ വൈരുദ്ധ്യം. കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളില്ല. എലപ്പുള്ളി ബ്രൂവറി വിവാദത്തിൽ ഒറ്റപ്പെട്ട് CPM. പുതിയ മദ്യനയം LDFിൽ ചർച്ച ചെയ്യാത്തതെന്തെന്ന് RJD. എക്സൈസ് പോളിസി LDFിൽ വെക്കാതെ നേരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോവുകയും മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ശരിയായ നടപടിയല്ല. നികുതി രേഖകളിലും ഒയാസിസ് കമ്പനിയുടെ വെട്ടിപ്പ്. 26 ഏക്കറിൽ നികുതി അടച്ചത് 21 മാത്രം. പ്രതിപക്ഷ നേതാവിന്റെ മലയോര സമരയാത്രയിൽ PV അൻവറും. നിലമ്പൂരിലെ സ്വീകരണ വേദിയിൽ VD സതീശനെ സാക്ഷിയാക്കി പ്രസംഗം. പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ ഒറ്റക്കെട്ടെന്ന് പ്രഖ്യാപനം. അമേരിക്കയിൽ യാത്രാ വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചു. വിമാനത്തിൽ 65 യാത്രക്കാർ. 19 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് വിവരം. കനേഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ വാദങ്ങൾ പച്ചക്കള്ളം. ഖലിസ്ഥാൻ ഭീകരൻ നിജ്ജറിന്റെ കൊലപാതകത്തിൽ ഭാരതത്തിന് പങ്കില്ല. കനേഡിയൻ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്ത്. വഖഫ് ഭേദഗതി ബിൽ കരട് റിപ്പോർട്ട് ലോക്സഭാ സ്പീക്കർക്ക് കൈമാറി JPC. ഓം ബിർളയുമായി ചർച്ച നടത്തി സംയുക്ത പാർലമെന്ററി അംഗങ്ങൾ. ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ബിൽ അവതരിപ്പിച്ചേക്കും. ഹരിയാന സർക്കാർ യമുന നദിയിൽ വിഷം കലർത്തിയെന്ന പരാമർശത്തിൽ കേജ്രിവാളിന് കൂടുതൽ കുരുക്ക്. ആദ്യ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ വീണ്ടും നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിർത്തിയിൽ യമുന നദിയിലെ വെള്ളം കോരിക്കുടിച്ച് ഹരിയാന മുഖ്യമന്ത്രിയുടെ മറുപടി. സ്വർണ്ണവില പുതിയ ഉയരത്തിലേക്ക്. പവന് 60,880 രൂപ. ഇന്നു മാത്രം കൂട്ടിയത് 120 രൂപ. വില ഇനിയും വർദ്ധിച്ചേക്കും. തിരുവനന്തപുരം ബാലരാമപുരത്ത് കോട്ടുകാൽ കോണത്തെ 2 വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. കുഞ്ഞിനെ കൊന്നത് അമ്മാവനെന്നാണ് വിവരം. ജീവനോടെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു. വിവരങ്ങളുമായി ശാലിനിയെ സ്വപ്നം ചേരുന്നു. ശാലിനി, ഈ അമ്മാവനാണ് പറഞ്ഞത് അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തൂ എന്ന് പോലീസിനോട്. അതേ അമ്മാവൻ ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? കൃഷ്ണരാജ്, ഇത് തന്നെയാണ്. അതായത് അല്പസമയം മുമ്പ് മൊഴിയെടുക്കലിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് കേസുമായി ബന്ധപ്പെട്ട് അമ്മാവൻ ഹരികുമാർ പറഞ്ഞത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കൂ ആരാണ് എന്നുള്ള പ്രതികരണം നടത്തിയത് പോലീസിനോടാണ്. മൊഴി കൊടുക്കുന്നതിനിടയിൽ ഇതേ അമ്മാവൻ തന്നെയാണ് കൊലയാളി എന്നുള്ളത് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് പോലീസ്. മറ്റാർക്കെങ്കിലും ഇതിൽ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട്. ഈ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ ആദ്യഘട്ടങ്ങൾ മുതൽ ചോദ്യം ചെയ്യൽ നടക്കുമ്പോഴൊക്കെ തന്റെ കൂടെ അല്ല കുഞ്ഞുറങ്ങിയത്, അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പമാണ് ഈ കുഞ്ഞുറങ്ങിയത് എന്നുള്ള പ്രതികരണമാണ് ആദ്യഘട്ടങ്ങളിൽ നടത്തിയത്. പിന്നീട് താൻ ഒരു രീതിയിലും തെറ്റ് ചെയ്തിട്ടില്ല, തന്റെ മുറിയിൽ തീ പിടുത്തമുണ്ടായി, ഇതറിഞ്ഞിട്ടാണ് താൻ ഉണരുന്നത് എന്നതടക്കമുള്ള
ചില പ്രതികരണങ്ങൾ സഹോദരൻ കൂടിയായ പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരൻ കൂടിയായ അമ്മാവൻ ഹരികുമാർ പറയുകയും ചെയ്തിരുന്നു. ഇതൊക്കെയാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ കുഞ്ഞിനെ ജീവൻ കിണറ്റിൽ എറിഞ്ഞു കൊല്ലുകയായിരുന്നു എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ ബാലരാമപുരം പോലീസ് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തിനാണ് ഈ ഒരു കൊല കൃത്യം നടത്തിയത് എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നത്. തുടക്കത്തിൽ ഈ കുഞ്ഞിനെ രാവിലെ ഒരു കൂടി കാണാതാകുന്നു. വീടിന് പരിസരത്തൊക്കെ പല ഘട്ടങ്ങളിലും അന്വേഷണം നടത്തുന്നു. പോലീസ് എത്തി അന്വേഷണം നടത്തിയപ്പോഴും ഒരു രീതിയിലുള്ള സൂചനകളും ആദ്യഘട്ടങ്ങളിൽ ലഭ്യമായിരുന്നില്ല. പിന്നീടാണ് നാട്ടുകാരും പോലീസും നടത്തിയ പരിശോധനയിൽ ഈ കിണറ്റിൽ വീടിനോട് ചേർന്ന് തന്നെയുള്ള കിണറ്റിൽ അസ്വാഭാവികതയുണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് ഉള്ളിൽ ഒരു തുണി കിടക്കുന്നതായി കാണപ്പെടുകയും ഫയർഫോഴ്സിനെ വിളിച്ച് പരിശോധന നടത്തി മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തത്. ഈ മൃതദേഹം പുറത്തെടുത്തതിലൂടെയാണ് തങ്ങൾ ആരുമല്ല ഈ കൊലയ്ക്ക് പിന്നിൽ എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. മൊഴികളിലടക്കം വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നു. ഈ വൈരുദ്ധ്യങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയും അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കുകയും ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു പുറത്തുനിന്നൊരു കൊലയാളി ഈ വീട്ടിലെത്തി കൃത്യം നിർവഹിച്ചതല്ല, പകരം വീട്ടിലുണ്ടായിരുന്ന ഈ കുഞ്ഞ് തൻ്റെ കൂടെയാണ് കിടന്നതെന്ന് അമ്മ ശ്രീതു മൊഴി നൽകുന്നു. പുലർച്ചെ താൻ എഴുന്നേറ്റപ്പോൾ അച്ഛൻ്റെ കൂടെ കിടത്തിയതിന് ശേഷം എഴുന്നേറ്റ് പോയി. പിന്നെ വന്നപ്പോൾ കണ്ടില്ല. എന്നാൽ കുഞ്ഞ് തൻ്റെ കൂടെയല്ല കിടന്നതെന്ന് അച്ഛൻ പറയുന്നു. അമ്മാവൻ്റെ കൂടെയാണെന്ന് പറയുന്നു. അമ്മാവൻ നിഷേധിക്കുന്നു. മുത്തശ്ശി പറഞ്ഞത് അമ്മയ്ക്കും അച്ഛനും തനിക്കുമൊപ്പം മുത്തശ്ശി പറഞ്ഞ അച്ഛനും അമ്മയ്ക്കൊപ്പം കിടന്നു എന്നാണ്. ഈ മൂത്ത സഹോദരിയുടെ മൊഴിയായി വന്നത് അമ്മയ്ക്കും അച്ഛനും തനിക്കുമൊപ്പം പെൺകുട്ടി ഉറങ്ങിയെന്നാണ്. അങ്ങനെ അടിമുടി അവ്യക്തതയായിരുന്നു മൊഴികളിൽ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒരു സംശയം ഉദിക്കുന്നില്ലേ? സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞിൻ്റെ അമ്മാവൻ ഇത് ഏറ്റെടുത്തതാണെങ്കിലോ? കൃഷ്ണരാജ, അത്തരത്തിലുള്ള സംശയങ്ങളുണ്ട്. പക്ഷേ സാഹചര്യ തെളിവുകളുടെ അടക്കം കാര്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ മൊഴിയടക്കം ചോദ്യം ചെയ്യലിലെ ഈ പരാമർശങ്ങളടക്കം പരിശോധിച്ച് അന്തിമമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് ഉടൻ എത്തുമെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രധാനമായും ഈ ഘട്ടത്തിൽ അമ്മാവൻ തന്നെയാണ് ഈ ഒരു കൊല നിർത്തിയത്, അല്ലെങ്കിൽ അമ്മാവൻ സമ്മതിച്ചതോടുകൂടി കൊലയ്ക്ക് പിന്നിൽ അമ്മാവനാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ടെങ്കിലും വിശദമായ അന്വേഷണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമമായിട്ടുള്ള സ്ഥിരീകരണത്തിലേക്കും മറ്റു നടപടികളിലേക്കും പോലീസ് കടക്കുക എന്നുള്ളതാണ്. മൃതദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഫോറൻസിക് പരിശോധനയൊക്കെ തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ അവിടെയാണ് നടക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ കുഞ്ഞിനെ കൊന്നതിന് ശേഷം അല്ലെങ്കിൽ വകവരുത്തിയതിനു ശേഷം ഈ കിണറ്റിലേക്ക് ഉപേക്ഷിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ദുരൂഹതയുള്ളത്. പക്ഷേ അമ്മാവൻ പറയുന്നത് അങ്ങനെയല്ല, ജീവനോടെ തന്നെ ഈ കുട്ടിയെ എറിയുകയായിരുന്നു എന്നുള്ളതാണ്. അതോ മറിച്ച് അമ്മയ്ക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നതിലാണ് ഒരു വ്യക്തത വരുത്തേണ്ടതിരിക്കുന്നത്. പ്രധാനമായും ഈ ഒരു സംഭവം നടക്കുന്ന സമയം പുലർച്ചെ സമയമാണ്. നേരം അത്യാവശ്യം വെളുത്ത സമയമാണ്. അപ്പോൾ സമീപത്ത് ആളുകളുണ്ട്. ഏറ്റവും മുൻപിലായി ഇതിന് സമീപത്ത് ഒരു ചായക്കടയുണ്ട്. നിരന്തരം ആളുകൾ ഈ സമയത്ത് ചായ കുടിക്കാൻ വരും. അപ്പോൾ ആരും ഈ ചുറ്റുമതിലാൽ ബന്ധിപ്പിച്ച ഒരു വീട്, ആ വീട്ടിനുള്ളിലേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ ആകെ ഉണ്ടായിരുന്നത് മറ്റൊരു വീട്ടിൽ നിന്ന് വ്യക്തി എന്ന നിലയിൽ കുഞ്ഞിന്റെ അച്ഛൻ മാത്രമായാണ് ഉണ്ടായിരുന്നത്. നിരന്തരം വഴക്കുകൾ ഉണ്ടായി. നിരന്തരം മാറി നിന്നിരുന്ന അച്ഛനാണ് ഇന്നലെ മുത്തശ്ശന്റെ മരണാനന്തര ചടങ്ങുകളും ഒക്കെയായി ബന്ധപ്പെട്ട ഈ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനിലേക്ക് ഈ കേസ് അന്വേഷണം എത്തിക്കാനൊക്കെയുള്ള ചില ഘട്ടങ്ങളിലൊക്കെ ശ്രമം നടന്നിരുന്നു. പക്ഷേ ഒടുവിൽ ഇപ്പോൾ അമ്മാവൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ആ സമ്മതം അമ്മാവൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന്. ഞാൻ ശാലിനിയിലേക്ക് വരാം. ഇപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് പ്രജിത് മോഹൻ കൂടി ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ അമ്മാവൻ പറഞ്ഞ വാക്കുമായി ചേർത്ത് വെച്ചാൽ ജീവനോടെ കിണറ്റിലെറിഞ്ഞു എന്നാണ്. വെള്ളത്തിലേക്കാണ് നേരെ വീണതെങ്കിൽ മുങ്ങി മരണമായി അത് മാറുമെന്ന വിശ്വാസമായിരിക്കാം അയാളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. അമ്മാവനാണെങ്കിൽ അങ്ങനെ, അല്ല മറ്റൊരാളാണെങ്കിൽ അങ്ങനെ. ഏതായാലും കൊലപാതകമെന്ന് വ്യക്തമാകുന്നു. ഈ ആശുപത്രി അധികൃതരോ പോലീസോ എന്തെങ്കിലും സൂചനകൾ തരുന്നുണ്ടോ? നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മാവൻ ഈ കുറ്റസമ്മതം നടത്തിയെങ്കിൽ കൂടി അതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എന്തിന് കൊന്നു, എങ്ങനെ കൊന്നു എന്നതൊക്കെയുള്ള കാര്യങ്ങളിൽ. കാരണം അമ്മാവൻ പറയുന്നത് കിണറ്റിലേക്ക് എറിഞ്ഞു എന്നുള്ളതാണ്. പ്രാഥമികമായി ശരീരത്തിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിലുള്ള മുറിപ്പാടുകളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് നടപടികളുള്ള പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഈ പറയുന്ന മൊഴിയെ നമുക്ക് നിലവിൽ വിശ്വസിക്കേണ്ടി വരും. അമ്മാവൻ തന്നെയാണ് കുഞ്ഞിനെ
കിണറ്റിലേക്ക് എറിഞ്ഞത് എന്ന് ഒരു പ്രാഥമികമായി തന്നെ വിശ്വസിക്കേണ്ടി വരും. പക്ഷേ അപ്പോഴും സംശയങ്ങൾ ഒരുപാട് ബാക്കിയാണ്. കാരണം ഈ പറയുന്ന അമ്മാവനായ ഹരികുമാറിന് പകരം കുറച്ചെങ്കിലും സംശയം ഒരു അമ്മയുടെ നേർക്ക് ശ്രീധുവിൻ്റെ നേർക്ക് നീളുന്നുണ്ട്. അമ്മ ഇനി കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞത് അത് ആ ശ്രീധുവിനെ സംരക്ഷിക്കാൻ വേണ്ടി ആ കുറ്റം അമ്മാവനായ ഹരികുമാർ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒട്ടനവധി സംശയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും പോലീസ് ഇപ്പോഴും കൃത്യമായി ഒരു പ്രതികരണത്തിന്, ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ഈ ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. ചില അനൗദ്യോഗിക വിവരങ്ങൾ കൈമാറുന്നു എന്നതിനപ്പുറത്തേക്കുള്ള ഒരു വ്യക്തത പോലീസിനും ഈ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടത്. കാരണം രാവിലെ മുതൽ പോലീസിനെ വട്ടം ചുറ്റിക്കുകയാണ് ഈ മരിച്ച കുട്ടിയുടെ കുടുംബം. അമ്മയായാലും ശരി, അച്ഛനായാലും ശരി, അമ്മാവനായാലും ശരി, അമ്മുമ്മയായാലും ശരി, എല്ലാവരും നൽകുന്ന മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ആ ഓരോ വൈരുദ്ധ്യവും നമ്മൾ രാവിലെ തൊട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ്. ആ മൊഴികളിലെ വൈരുദ്ധ്യം തന്നെയാണ് പോലീസിനെ കുഴപ്പിക്കുന്നതും. കാരണം അമ്മയുടെ ആദ്യം പറയുന്നു അമ്മാവനൊപ്പമാണ് കുട്ടി കിടന്നിരുന്നത് എന്നത്, പിന്നീടത് അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് കുട്ടി കിടന്നിരുന്നുള്ള കാര്യത്തിൽ മൊഴി മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മൂത്ത കുട്ടിയുടെ മൊഴി നിർണായകമാകുന്നു. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ ഒരുപാട് ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു ഹരികുമാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കിൻ എന്നുള്ളതാണ് ഈ ഹരികുമാർ ആദ്യഘട്ടത്തിൽ പറയുന്നത്. പിന്നീട് ഇപ്പോൾ അയാൾ കുറ്റസമ്മതം മൊഴി നൽകി എന്നുള്ളത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നു. അതിൽ കൃത്യമായി പറയുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസിന്റെ അല്ലെങ്കിൽ അനൗദ്യോഗികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ജീവനോടെ തന്നെ കുട്ടിയെ കിണറ്റിൽ ഇട്ടു എന്നുള്ളതാണ്. എന്തായാലും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് കൂടുതലായി ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകുന്നു. കാരണം സഹോദരിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഹരികുമാർ ഇത്തരമൊരു പരാമർശം നടത്തിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അന്വേഷണം തുടരുകയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ അത് മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാം, ഔദ്യോഗികമായി പങ്കുവയ്ക്കാം എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം ലഭ്യമാകുന്ന വിവരം. ഇപ്പോഴും ഈ പരിശോധന തുടരുകയാണ്, ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എന്തായാലും മറ്റു തരത്തിലുള്ള സംഭവങ്ങളല്ല എന്നുള്ളത് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് കുഞ്ഞിനെ ഈ ഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നത് കുഞ്ഞിനെ കിണറ്റിൽ ജീവനോടെ തന്നെ ഇടുകയായിരുന്നു എന്നുള്ളത്. ചെറിയ കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ അത് വലിയ ശബ്ദമുണ്ടാക്കാനോ പൊങ്ങാനോ ഉള്ള സാഹചര്യമൊന്നുമില്ല. നേരെ വെള്ളത്തിലേക്ക് ആഴ്ന്നു പോയിരിക്കാനുള്ള സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. അമ്മാവൻ്റെ മൊഴിയും ശരീരത്തിൽ പ്രത്യേകിച്ച് മുറിപ്പാടുകളില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും കൂടി പരിഗണിക്കുമ്പോൾ ആ മൊഴിയെ ശരിവയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രാഥമികമായി പുറത്തു വരുന്ന വിവരങ്ങൾ. ഇൻക്വസ്റ്റ് പരിശോധനകളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ അക്കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമായൊരു കാര്യം പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും പ്രാഥമികമായി കുഞ്ഞിനെ ആ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നു. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തൽക്കാലം നമുക്ക് നിൽക്കേണ്ടി വരും. ഈ കുടുംബത്തിൽ എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ഈ 2 വയസ്സുകാരിയായ കുഞ്ഞിനെ എന്തിന് കൊല്ലണം? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അച്ഛനെ ഒഴിവാക്കാനാണോ, അതോ അച്ഛൻ്റെ മുകളിൽ ഈ കുറ്റം കൊണ്ടെത്തിക്കാനാണോ? പല പല സംശയങ്ങളുണ്ട്. ഇനി ഇതിന് പിന്നിൽ നമ്മളിപ്പോൾ ഈ പാലക്കാട്ടൊക്കെ കണ്ടതുപോലെ എന്തെങ്കിലും ജ്യോത്സ്യനോ മന്ത്രവാദമോ അതൊക്കെ ഉണ്ടോ എന്ന സംശയം പോലും ഇപ്പോൾ ഉണർന്നു വരുന്നുണ്ട്. ഏതായാലും ആ 2 വയസ്സുകാരി, ഒന്നുമറിയാത്ത ആ കുഞ്ഞിനെ കൊന്നുകൊണ്ട് എന്തിന് ഇങ്ങനെ ഒരു കൃത്യനിർവഹണം എന്നൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനും ശാലിനി. മലപ്പുറം മഞ്ചേരി പുൽപ്പറ്റ ഒളമതിലിൽ 3 മാസം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന് അമ്മ ആത്മഹത്യ ചെയ്തു. ഒളമതിൽ ആലുങ്ങാപ്പറമ്പിൽ മിനിമോളാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെ 5:30 സംഭവം. സഹോദര ഭാര്യയാണ് മിനിമോളുടെ മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് കുളിമുറിയിലെ ബക്കറ്റിൽ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. ബക്കറ്റിൽ തലകീഴായി കിടക്കുന്ന നിലയിലായിരുന്നു. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. കാഴ്ച കുറഞ്ഞു വരുന്നതിനാൽ കുഞ്ഞിനെയും ഭർത്താവിനെയും നോക്കാൻ കഴിയില്ലെന്ന മനോവിഷമമാണ് കുറിപ്പിലുള്ളത്. പോലീസ് അന്വേഷണം തുടങ്ങി. മഹാകുംഭമേളയിൽ അപകടം നടന്ന സ്ഥലം ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും സന്ദർശിക്കുന്നു. സംഭവത്തിൽ 3 അംഗ ജുഡീഷ്യൽ കമ്മീഷനും അന്വേഷണം നടത്തും. 30 പേരാണ് അപകടത്തിൽ മരിച്ചത്. അതേസമയം ഇന്നലെ മാത്രം 7.25 കോടി തീർത്ഥാടകരാണ് പ്രയാഗ്രാജിലേക്ക് എത്തിയത്. വിവരങ്ങളുമായി എം നിഖിൽ കുമാർ ഒപ്പം ചേരുന്നു. നിഖിൽ കുമാർ, എന്താണ് പുതിയ വിവരങ്ങൾ? കൃഷ്ണരാജ്, ഉത്തർപ്രദേശിലെ DGP പ്രശാന്ത് കുമാറും ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗ് പ്രയാഗ്രാജിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതായത് ഇന്നലെ നടന്ന ഈ ഒരു അപകടം, അതായത് ഈ ഒരു കുംഭമേളയ്ക്കിടെയായ ഈ ഒരു അപകടത്തിൽ 30 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തെ തുടർന്ന് ഇന്നലെ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ ഒരു സംഭവ സ്ഥലം ഉടൻ തന്നെ DGPയും ചീഫ് സെക്രട്ടറിയും സന്ദർശിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇരുവരും
ഇവിടെ പ്രയാഗ്രാജിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ അല്പസമയത്തിനുള്ളിൽ സംഭവ സ്ഥലത്ത് എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇരുവരും എന്തായാലും ഈ ഒരു പ്രയാഗ്രാജിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 3 അംഗ ജുഡീഷ്യൽ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന 30 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഈ ഒരു അപകടത്തിൽ 3 അംഗ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തുന്ന ഇക്കാര്യവും UP മുഖ്യമന്ത്രി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ പ്രഖ്യാപിച്ചതാണ്. എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചീഫ് സെക്രട്ടറിയുടെയും DGPയുടെയും സന്ദർശനത്തിന്റെ മറ്റൊരു ലക്ഷ്യം ഇന്നലെ അപകടം വിലയിരുത്തുക എന്നതിനുപരി തന്നെ 3-ാം തീയതി 3ാമത്തെ ഷാഹി സ്നാൻ നടക്കുന്നുണ്ട്. അതായത് പ്രധാന ഷാഹി സ്നാൻ 3-ാം തീയതി നടക്കുന്നുണ്ട്. 3ാമത്തെ ഷാഹി സ്നാൻ 3-ാം തീയതിയാണ് നടക്കുക. അതിന്റെ ഒരു മുൻകരുതൽ, അതുമായി ബന്ധപ്പെട്ട സുരക്ഷ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടി വിലയിരുത്തണം. അതിനുവേണ്ടി കൂടിയാണ് എന്തായാലും ഈ ചീഫ് സെക്രട്ടറിയും ഒപ്പം തന്നെ പോലീസ് മേധാവിയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ കൂടുതൽ തീർത്ഥാടകർ എത്തിയാൽ അവർക്ക് വേണ്ട നിയന്ത്രണങ്ങൾ അടക്കം ഇപ്പോൾ ഇവിടെ എന്തായാലും ഘടിപ്പിച്ചിട്ടുണ്ട്. കാരണം പല പാലങ്ങളും പല പാലങ്ങളടക്കമുള്ളവ ബ്ലോക്ക് ചെയ്തുകൊണ്ട് തീർത്ഥാടകരെ പല രീതിയിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് തിരക്ക് നിയന്ത്രിക്കുന്ന ഒരു രീതിയുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു കുംഭമേള നടക്കുന്ന നഗരി പൂർണ്ണമായും വെഹിക്കിൾ ഫ്രീ സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ അനുവദിച്ച മുഴുവൻ പാസുകളും റദ്ദാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മീഡിയക്ക് അടക്കമുള്ള പാസുകൾ, സ്പെഷ്യൽ പാസുകളെല്ലാം റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. മുഴുവൻ പാസുകളും, വാഹനങ്ങൾക്ക് നൽകിയ മുഴുവൻ പാസുകളും റദ്ദാക്കിക്കൊണ്ട് ഇതിനുള്ളിലേക്ക് ഈ ഒരു കുംഭമേള നടക്കുന്ന നഗരി പൂർണ്ണമായും വെഹിക്കിൾ ഫ്രീ സോണാക്കിയിട്ടുണ്ട്. കൃഷ്ണരാജ്, ഇന്ന് തിരക്ക് എങ്ങനെയാണ്? ഇന്നലെ വലിയ തിരക്കായിരുന്നല്ലോ. കൃഷ്ണ, ഇന്ന് രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ ഒരു തിരക്കുണ്ട്. കാരണം ഇന്ന് എത്തിയ പലർക്കും ഇവിടേക്ക് ഈ ഒരു അപകട വാർത്ത അതൊക്കെ തുടർന്ന് പലരും ഇവിടേക്ക് എത്താതെ റെയിൽവേ സ്റ്റേഷനിലും ഒപ്പം തന്നെ ഇതിന് പുറത്ത് ഈ ഒരു കുംഭമേള നഗരിക്ക് പുറത്തൊക്കെ വെയിറ്റ് ചെയ്ത കുറെ ആളുകളുണ്ട്. അവരൊക്കെ തന്നെ രാവിലെ എത്തിയിരുന്നു. ഒപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ തിരക്ക് ഉണ്ട്. പക്ഷേ കൃത്യമായി അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രണാതീതമാണ്. പക്ഷേ തിരക്ക് പോലീസിന്റെ കൃത്യമായ നിയന്ത്രണത്തിൽ തന്നെയാണ് തിരക്കുള്ളത്. പക്ഷേ തീർത്ഥാടകർ ഒരു വലിയ നിര തന്നെ ഇവിടേക്ക് എന്തായാലും എത്തുന്നുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഇന്നലത്തെ തിരക്ക് അത് അപേക്ഷിച്ച് ഇന്ന് വളരെ കുറവാണ്. ഇന്നും നാളെയും തിരക്ക് കുറയും എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തലുള്ളത്. കാരണം ഷാഹി സ്നാൻ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും തിരക്ക് കുറയാനാണ് സാധ്യത. ഇനി മഹാകുംഭമേളയിലെ അപകടം നടന്ന സ്ഥലം ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയും DGPയും സന്ദർശിക്കുകയാണ്. ഇന്ന് പൊതുവെ തിരക്ക് കുറവാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ കുമാർ. വഖഫ് ഭേദഗതി ബില്ലിന്റെ കരട് റിപ്പോർട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർലയ്ക്ക് കൈമാറി സംയുക്ത പാർലമെന്ററി സമിതി. സ്പീക്കറുമായി JPC അംഗങ്ങൾ ചർച്ചയും നടത്തി. 11-നെതിരെ 16 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഭേദഗതി റിപ്പോർട്ട് JPC പാസാക്കിയത്. ബജറ്റ് സമ്മേളനത്തിൽ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. വഖഫ് നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകിയ JPC നടപടിയിൽ പ്രതീക്ഷ പങ്കുവച്ച് മുനമ്പം സമരസമിതി. JPCക്ക് മുന്നിൽ തങ്ങളുടെ ആശങ്കകൾ വ്യക്തമാക്കിയിരുന്നതാണ്. ഭേദഗതി നടപ്പാക്കിയാൽ മുനമ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. 1995-ലെയും 2013-ലെയും വഖഫ് നിയമ ഭേദഗതികൾ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്നതായിരുന്നു. പോക്കുവരവ് നടത്തി ഒരാൾ കൈവശം വെച്ചിരിക്കുന്ന സ്വത്തുവകകൾ വഖഫിന് എഴുതിയെടുക്കാൻ കഴിയുന്നതായിരുന്നു ഈ നിയമങ്ങൾ. വഖഫ് നിയമം ഭാരതത്തിന് വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതിക്ക് ശ്രമം ആരംഭിച്ചു. JPC അധ്യക്ഷൻ ബാംഗ്ലൂരിലെത്തിയപ്പോൾ മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്കകൾ സമിതിക്ക് മുന്നിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെന്നും സമരസമിതി പ്രവർത്തകർ പറഞ്ഞു. ബാംഗ്ലൂർ ജഗദാംബിക പാൽ വന്നപ്പോൾ ഞാനും വികാർ ജനറലുമെല്ലാം നേരിട്ട് പോയി ഞങ്ങൾ മെമ്മോറാണ്ടം കൊടുക്കുകയും ഈ അമെൻമെൻറ്റിൽ മാറ്റപ്പെടേണ്ടതായിട്ടുള്ള ചില ഭേദഗതികൾ ആവശ്യമാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മുൻകാല പ്രാബല്യത്തോടു കൂടി ഈ നിയമം നടപ്പിൽ വരിക ചെയ്താൽ മുനമ്പത്തീരത്തെ 610ഓളം കുടുംബങ്ങൾക്ക് 100% ശാശ്വതമായ പരിഹാരം ലഭിക്കും. നിയമ ഭേദഗതി വരുത്തണമെന്ന ആവശ്യം സമരസമിതിയും മുന്നോട്ട് വെച്ചിരുന്നതാണ്. മുൻകാല പ്രാബല്യത്തോടെ ഭേദഗതി വരുത്തിയാൽ മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും സമരസമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. അമെൻമെന്റ് വരും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായി. ഞങ്ങളെപ്പോലെ തന്നെ
ഇന്ത്യയിൽ ഒട്ടനവധി ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മുൻകാല പ്രാബല്യത്തോടു കൂടി ആണ് വന്നം. അങ്ങനെ വന്നാൽ മാത്രമേ ഞങ്ങൾക്കതുകൊണ്ട് ഗുണമുള്ളൂ. എന്തായാലും അത് വരട്ടെ, വരുന്നതിൽ സന്തോഷം. നിയമഭേദഗതി നടപ്പിലാക്കുമെന്ന് സമരസമിതിക്ക് BJP ഉറപ്പ് നൽകിയിരുന്നതാണ്. നേരത്തെ മുനമ്പത്തെത്തിയ JPC അംഗവും BJP നേതാവുമായ അപരാജിത സാരംഗി അടക്കമുള്ള നേതാക്കൾ സമരസമിതി പ്രവർത്തകരുമായി ആശയവിനിമയവും നടത്തിയിരുന്നു. ജനം, കൊച്ചി. മഹാരാഷ്ട്രയിൽ ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി. താനെ മേഖലയിൽ മാനോർ പാതയിൽ നടത്തിയ പരിശോധനയിലാണ് 4 സ്ത്രീകൾ അറസ്റ്റിലായത്. ഇവർക്ക് വീട് വാടകയ്ക്ക് നൽകിയ ആളെയും കസ്റ്റഡിയിലെടുത്തു. മഹാരാഷ്ട്ര, ഡൽഹി, വടക്കൻ സംസ്ഥാനങ്ങളിലും ഉൾപ്പെടെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള കർശന പരിശോധന തുടരുകയാണ്. യമുന നദിയിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തിയെന്ന കേജ്രിവാളിന്റെ വിവാദ പ്രസ്താവനയ്ക്ക് മറുപടി നൽകി ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. ഡൽഹി ഹരിയാന അതിർത്തിയിൽ യമുന നദിയിലെ വെള്ളം കോരിക്കുടിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അതേസമയം പ്രസ്താവനയിന്മേൽ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് കേജ്രിവാളിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും നോട്ടീസ് നൽകി. ഹരിയാന അതിർത്തിയിൽ പല്ല ഗ്രാമത്തിൽ നദിയിലിറങ്ങി യമുനയിലെ വെള്ളം കൈകൊണ്ട് കോരിക്കുടിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വിവാദ പ്രസ്താവനയ്ക്ക് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി മറുപടി നൽകിയത്. ഹരിയാന അതിർത്തി കടന്ന് ഡൽഹിയിലേക്ക് ഒഴുകുന്നിടത്തു നിന്നാണ് യമുനയിലെ വെള്ളം താൻ കുടിച്ചത്. ഇനിയെങ്കിലും യമുന എങ്ങനെയാണ് മലിനമാകുന്നതെന്നും ആരാണ് അതിന് ഉത്തരവാദിയെന്നും ജനങ്ങൾ ആലോചിക്കണമെന്നും നയാബ് സിംഗ് സൈനി ആവശ്യപ്പെട്ടു. അതിർത്തിയിൽ നിന്ന് ജല അതോറിറ്റി ശേഖരിച്ച സാമ്പിളുകളിൽ വിഷാംശം കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ യമുന നദിയിൽ ഹരിയാനയിലെ BJP സർക്കാർ വിഷം കലർത്തിയെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പരാമർശം. ആം ആദ്മി നേതാക്കളുടെ മനസ്സ് നിറയെ വിഷമാണെന്നും തെറ്റായ പ്രസ്താവന നടത്തിയ കെജ്രിവാൾ ഡൽഹിയിലെയും ഹരിയാനയിലെയും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും നയാബ് സിംഗ് സൈനി ആവശ്യപ്പെട്ടു. അതേസമയം വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും നോട്ടീസ് നൽകി. BJPയുടെ പരാതി പരിഗണിച്ച് പ്രസ്താവനയുമായി ബന്ധപ്പെട്ട തെളിവും വിശദീകരണവും നൽകാൻ കെജ്രിവാളിനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ജനം, ഡൽഹി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികൾ 2020 ഡൽഹി കലാപ കേസിലെ പ്രതികളാണ്. ഈ കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന ഷഫാഉർ റഹ്മാനും താഹിർ ഹുസൈനും AAM സ്ഥാനാർത്ഥികളായാണ് മത്സരിക്കുന്നത്. പരോളിൽ ഇറങ്ങിയാണ് ഇരുവരുടെയും പ്രചാരണം. 2020 ഫെബ്രുവരി 24 വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നടന്ന കലാപത്തിനിടെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥനായ അങ്കിത് ശർമ്മയെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് താഹിർ ഹുസൈൻ. ഇയാൾക്കെതിരെ കലാപവുമായി ബന്ധപ്പെട്ട് 11 FIRകളാണ് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തത്. തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിയായ AAM സ്ഥാനാർത്ഥിയായാണ് താഹിർ ഹുസൈൻ മുസ്തഫാബാദിൽ മത്സരിക്കുന്നത്. സുപ്രീം കോടതി 6 ദിവസത്തെ കസ്റ്റഡി പരോൾ അനുവദിച്ചതിനെ തുടർന്ന് താഹിർ ഹുസൈൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി. ഫെബ്രുവരി 3 വരെ ദിവസവും രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സായുധ പോലീസിന്റെ മേൽനോട്ടത്തിൽ പ്രചരണം നടത്താനാണ് സുപ്രീം കോടതി അനുമതി നൽകിയത്. സുരക്ഷാ ചെലവിനായി ഒരു ദിവസം 2.47 ലക്ഷം രൂപ വീതം താഹിർ നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത ഷഫാഉർ റഹ്മാനാണ് ഓഖ്ല മണ്ഡലത്തിൽ AAM സ്ഥാനാർത്ഥി. സെഷൻസ് കോടതി 5 ദിവസത്തെ പരോൾ കസ്റ്റഡി അനുവദിച്ചതിനെ തുടർന്ന് സുരക്ഷാ ചെലവിനായി 2.7 ലക്ഷം രൂപ പ്രതിദിനം നൽകി ഷഫാഉർ റഹ്മാനും പ്രചരണത്തിനുണ്ട്. തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും കേസിനെക്കുറിച്ച് പരാമർശിക്കരുതെന്നാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജി സമീർ ബാജ്പേയി നൽകിയ നിർദ്ദേശം. ജനം, ഡൽഹി. പ്രമുഖ നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെ കണ്ടെത്താനുള്ള തുടർ നടപടികളുമായി പോലീസ് വിദേശയാത്രയുടെ വിവരങ്ങൾ തേടി ഇമിഗ്രേഷൻ വിഭാഗത്തിന് കത്തും നൽകി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ ആഴ്ചയാണ് നടി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ആവർത്തിച്ച് അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നു എന്ന് വീണ്ടും ഒരിക്കൽ കൂടി പരാതി നൽകിയത്. 2022 ഇതേ നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങി. പിന്നീട് ഇത്തരം നടപടികൾ തുടരില്ല എന്നെല്ലാം പൊതുമാധ്യമങ്ങളിലൂടെ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ
കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വീണ്ടും സമൂഹ മാധ്യമത്തിലൂടെ നടിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ആവർത്തിച്ചിട്ടു. തുടർന്നാണ് അളമക്കര പോലീസ് സ്റ്റേഷനിലെത്തി നടി പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത്. എന്നാൽ ഇപ്പോഴും സനൽകുമാർ ശശിധരൻ എവിടെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് കൃത്യമായി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എമിഗ്രേഷൻ വിഭാഗത്തിന്റെ കൂടി സഹായത്തോടു കൂടി അയാളുടെ പാസ്പോർട്ട് അടക്കം ഉള്ള കാര്യങ്ങളിൽ എങ്ങോട്ടാണ് രാജ്യം വിട്ടിരിക്കാനുള്ള ഒരു സാധ്യത കൂടി മുൻനിർത്തി എങ്ങോട്ടാണ് പോയതെന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് പ്രധാനമായും കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയിലാണ് എന്ന ഒരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഇരുന്നു കൊണ്ടാണ് ഈ സമൂഹ മാധ്യമ പോസ്റ്റുകൾ തുടർച്ചയായി ഇടുന്നത് എന്നതെല്ലാമുള്ള ഒരു സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി എവിടെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എമിഗ്രേഷൻ തേടിക്കൊണ്ട് എമിഗ്രേഷൻ വിഭാഗത്തിന് കത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല സനൽകുമാർ ശശിധരൻ അമേരിക്കയിലാണ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലും മുന്നോട്ട് പോകുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പാസ്പോർട്ട് വിവരങ്ങളാണ് നിലവിൽ എമിഗ്രേഷൻ വിഭാഗത്തിന് കൈമാറിയിരിക്കുന്നത്. ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് നടി നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം നടിയുടെ വീട്ടിലെത്തി, കൊച്ചിയിലെ വീട്ടിലെത്തി വിശദമായ മൊഴി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പരാതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നും തുടർ നടപടികൾ ശക്തമായി തന്നെ സ്വീകരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് നടി പോലീസിന് മുന്നിൽ മൊഴിയെടുക്കാൻ എത്തിയപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ തിരിച്ച് നാട്ടിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നത്. സനൽകുമാർ ശശിധരനെതിരെ പ്രമുഖ നടി നൽകിയ പരാതിയിൽ തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട്. സംവിധായകന്റെ വിദേശയാത്രാ വിവരങ്ങൾ തേടി വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകർ. പാലക്കാട് ബ്രൂവറി കരാറിൽ കടുത്ത അതൃപ്തി പരസ്യമാക്കി RJD. പുതിയ മദ്യനയം LDF-ൽ ചർച്ച ചെയ്യണമായിരുന്നു. എക്സൈസ് മന്ത്രി ഒറ്റയ്ക്ക് തീരുമാനമെടുത്തത് ശരിയായില്ല. നിലവിലെ LDF കൺവീനർ എക്സൈസ് മന്ത്രി ആയിരുന്ന ആളാണ്. ബ്രൂവറി ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ഞായറാഴ്ച RJD അടിയന്തര യോഗം ചേരും. ഇപ്പോൾ ബ്രൂവറി അനുവദിക്കുന്നതിന് ആധാരമായ ഈ എക്സൈസ് പോളിസി LDF-ൽ വെച്ചിട്ടില്ല. LDF-ൽ വെക്കാതെ എങ്ങനെയാണ് ഒരഭിപ്രായം പറയുക? LDF-ൽ 11 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ LDF യോഗത്തിൽ അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗുണവും തെറ്റും മേന്മകളും മനസ്സിലാക്കി നമുക്കൊരു കൺസിഡേർഡ് ഒപ്പീനിയൻ രൂപീകരിക്കാൻ സാധിക്കും. പക്ഷേ ഈ എക്സൈസ് പോളിസി LDF-ൽ വെക്കാതെ നേരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോവുകയും മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ശരിയായ നടപടിയല്ല. ഇപ്പോഴത്തെ LDF കൺവീനർ ശ്രീ TK രാമകൃഷ്ണൻ എക്സൈസ് മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ നടപടിക്രമങ്ങളൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് LDF-ൽ എക്സൈസ് പോളിസി ചർച്ച ചെയ്തിട്ടില്ല. ബ്രൂവറിയെ സംബന്ധിച്ച് രാഷ്ട്രീയ ജനതാദളിൻ്റെ നിലപാട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഫെബ്രുവരി 2-ാം തീയതി ഞായറാഴ്ച തിരുവനന്തപുരത്ത് പാർട്ടി യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഒരു വിശദമായ ചർച്ചകൾ നടത്തി ഒരു അഭിപ്രായം രൂപീകരിക്കുന്നതാണ്. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, CPIക്ക് എതിർപ്പുണ്ട്, പക്ഷെ പലരും അത് തുറന്നു പറയുന്നില്ല. ജനയുഗം ലേഖനത്തിലൂടെ പുറത്തു വന്നു. CPIയുടെ എതിർപ്പ് കാര്യമാക്കുന്നില്ലെന്ന് MV ഗോവിന്ദൻ നേരത്തെ പറയുകയും ചെയ്തു. ഇതിപ്പോൾ RJD ഇടഞ്ഞു നിൽപ്പാണ്. പറയുന്ന കുറേ കൃത്യമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, മുന്നണിയിൽ എന്തുകൊണ്ട് ആലോചിച്ചില്ല? ഇടതുമുന്നണിയുടെ കൺവീനർ പഴയ എക്സൈസ് മന്ത്രിയാണ്. എക്സൈസ് മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നു. മന്ത്രിസഭയിലേക്ക് നേരിട്ട് കൊണ്ടുപോയി അവിടെ പാസ്സാക്കി എടുക്കുന്നു. അങ്ങനെയെങ്കിൽ സ്വന്തം മന്ത്രി അവിടെ ഉണ്ട്, അയാളെ കൂടി കുറ്റപ്പെടുത്തുകയാണ് ഇപ്പോൾ വർഗീസ് ജോർജ് ചെയ്യുന്നത്. അങ്ങനെ അടിമുടി ബ്രൂവറി വിഷയത്തിൽ ഒറ്റപ്പെടുകയാണോ CPM? RJDയുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത് എന്താണ്? കൃഷിരാജ് പറഞ്ഞ പോലെ തന്നെയാണ്. ഭിന്നസ്വരങ്ങൾ ഉയരുകയാണ് LDF-നുള്ളിൽ. രൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് RJD പരസ്യമായിട്ടുള്ള അതൃപ്തി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ CPIയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ കൂടിയാലോചനകൾ കൂടാതെയാണ് ബ്രൂവറി വിഷയത്തിൽ ഒരു ഏകപക്ഷീയമായ നിലപാടുമായി CPM മുന്നോട്ട് പോകുന്നത് എന്നുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അത് കാര്യമാക്കുന്നില്ല എന്നുള്ള നിലപാടാണ് CPM സ്വീകരിച്ചത്. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ RJDയും പരസ്യ അതൃപ്തി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുള്ള ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യാൻ ഇടത് മുന്നണിയിൽ ഒരു യോഗം ചേർന്നില്ല.
ഇടതുമുന്നണിയിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായില്ല. പദ്ധതിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് സംബന്ധിച്ച് ഇതുവരെ LDF-ൽ ഒരു ചർച്ച നടന്നിട്ടില്ല. നേരിട്ട് മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുപോയി തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ CPM സ്വീകരിച്ചത്. ഇത് ശരിയായ രീതിയല്ല എന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് പറയുന്നു. ഇക്കാര്യത്തിൽ കൃത്യമായി അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് RJD. ഈ വിഷയത്തിൽ പൊതുവായിട്ടുള്ള പാർട്ടിയുടെ നയം തീരുമാനിക്കുന്നതിന് വേണ്ടി ഫെബ്രുവരി 2-ാം തീയതി ഞായറാഴ്ച തിരുവനന്തപുരത്ത് ഒരു യോഗം ചേരുന്നുണ്ട് എന്നും RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ യോഗത്തിൽ കൃത്യമായി തന്നെ ഇപ്പോൾ LDF അല്ലെങ്കിൽ CPM സ്വീകരിച്ചിരിക്കുന്ന നിലപാടിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയിൽ നിന്നും ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയിൽ നിന്നും ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് LDF-ന്റെ ഘടകകക്ഷിയായ RJD ഇപ്പൊ പരസ്യ അതൃപ്തിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ LDF കൺവീനർ മുൻ എക്സൈസ് മന്ത്രി ആയിരുന്ന ആള് TP രാമകൃഷ്ണനാണ്. നടപടിക്രമങ്ങൾ കൃത്യമായി തന്നെ TP രാമകൃഷ്ണന് അറിയാവുന്നതാണ്. LDF-ൽ ചർച്ച ചെയ്യേണ്ടതിന്റെയും LDF-ലെ മറ്റ് ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതിന്റെയും എല്ലാം കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന LDF കൺവീനർ ഇതൊന്നും സ്വീകരിക്കാതെയാണ് നേരിട്ട് മന്ത്രിസഭാ യോഗത്തിലേക്ക് ഈ ഒരു വിഷയം കൊണ്ടുപോയത് എന്നുള്ളതാണ് RJD വ്യക്തമാക്കുന്ന കാര്യം. ഇക്കാര്യത്തിൽ ഞായറാഴ്ച യോഗം ചേരുന്നുണ്ട്. ഈ യോഗം മന്ത്രി കൃഷ്ണൻകുട്ടിയെ കൂടി വിരൽ ചൂണ്ടുന്നുണ്ട് ഈ വിഷയത്തിൽ. കാരണം ഇടതുമുന്നണിക്കുള്ളിൽ നിന്ന് സംസാരിക്കുക, ഉറക്കെ പറയുക എന്ന നിലപാടാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി RJD ഇപ്പോൾ സ്വീകരിക്കുന്നത്. CPM-നെതിരെയും ഉറക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് ഫലം കാണുമെന്നാണ് അറിയാനുള്ളത്. ഏതായാലും CPI-ക്ക് എതിർപ്പുണ്ട്, അത് അവർ പരസ്യമായി പറയുമായിരിക്കും. ഇപ്പോൾ RJD ശക്തമായി പറയുന്നു, ഞങ്ങളോട് ചോദിക്കണം, ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ നിങ്ങൾ എന്തിന് മന്ത്രിസഭയിൽ കൊണ്ടുപോയി പാസ്സാക്കി. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി. 2019 ശേഷം ബ്രൂവറി ആരംഭിക്കരുതെന്ന സർക്കാർ ഉത്തരവ് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മന്ത്രിമാരും ഘടകകക്ഷികളും അറിയാതെയാണ് ബ്രൂവറി അനുവദിച്ചുള്ള തീരുമാനം. കരാറിന് പിന്നിൽ വൻ അഴിമതിയുണ്ട്. ആദ്യം അനുമതി നിഷേധിക്കപ്പെട്ട കമ്പനിക്ക് നയം മാറ്റി വീണ്ടും എങ്ങനെ അനുമതി നൽകിയെന്നും ചെന്നിത്തല ചോദിച്ചു. സംസ്ഥാന സർക്കാർ മദ്യനയം മാറ്റിയത് എലപ്പുള്ളിയിലെ മദ്യക്കമ്പനിക്ക് വേണ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മദ്യനയം മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒയാസിസ് വന്നത്. കരാറിന് പിന്നിൽ നിരവധി ദുരൂഹതകളുണ്ട്. ഒരു വകുപ്പുമായും ചർച്ച ചെയ്യാതെയായിരുന്നു തീരുമാനമെന്നും സതീശൻ പറഞ്ഞു. ആ കമ്പനി മദ്യനയം മാറുന്നതിന് മുമ്പ് ആ കമ്പനി എലപ്പുള്ളി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിച്ചല്ലോ. മദ്യനയം മാറും എന്ന് അവരെങ്ങനെ അറിഞ്ഞു നേരത്തെ? അപ്പോൾ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത്. ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റി അവർക്ക് മദ്യനിർമ്മാണശാല അനുവദിക്കാനുള്ള അവസരം കൊടുത്തത്. വളരെ വ്യക്തമാണല്ലോ കാര്യങ്ങൾ. പാലക്കാട് ബ്രൂവറിയിൽ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമെന്ന് VK ശ്രീകണ്ഠൻ MP. കരാറിന് പിന്നിൽ കോടികളുടെ അഴിമതിയുണ്ട്. വിഷയം CBI അന്വേഷിക്കണം. സർക്കാരിൻ്റെ മദ്യനയം മാറ്റിയതിൽ ഒയാസിസ് കമ്പനിക്ക് പങ്കുണ്ട്. MP രാജേഷും ബന്ധുവായ ഏരിയ സെക്രട്ടറിയും കമ്പനിയുമായി ചർച്ച നടത്തിയതാണ് മദ്യം നയം മാറ്റിയതെന്നും VK ശ്രീകണ്ഠൻ ആരോപിച്ചു. സർക്കാരിൻ്റെ മദ്യനയം മാറ്റുന്നതിൽ ഒയാസിസ് കമ്പനി മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് രേഖകൾ പറയുന്നത്. 30 വർഷത്തിന് മുമ്പേ പഴക്കമുള്ള കേരളത്തിലെ മദ്യനയം മാറ്റാൻ പ്രേരിതമായത് ഒയാസിസ് കമ്പനിയാണെന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. 2023 സംസ്ഥാന സർക്കാർ നേരത്തെയുള്ള മദ്യനയം മാറ്റുകയാണ്. ആരോടും കൂടിയാലോചിക്കാതെ, ചർച്ച ചെയ്യാതെ, സുതാര്യമല്ലാതെ ആ മദ്യനയം മാറ്റിയതിൻ്റെ പിന്നിൽ ഒയാസിസ് കമ്പനിയാണ്. സ്വാഭാവികമായിട്ടും സത്യപ്രതിജ്ഞാ ലംഘനമാണ് മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ അഴിമതി ആരോപണം മറ്റൊരു കമ്പനിക്കാരും അറിയാതെ, മറ്റൊരു അപേക്ഷയും സ്വീകരിക്കാതെ, അത് പബ്ലിഷ് ചെയ്യാതെ സ്വകാര്യമായി സ്വീകരിച്ചത് വഴി കോടികളുടെ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം CBI അന്വേഷിക്കണം. കേരളത്തിൽ മദ്യഷാപ്പുകളുടെ എണ്ണം സർവകാല റെക്കോർഡിലെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. CPM-ന്റെ മദ്യനയത്തിൽ മാറ്റമുണ്ടായി. മദ്യഷാപ്പുകൾ പൂട്ടി സ്കൂളുകൾ തുറക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. മദ്യനിർമ്മാണശാലയ്ക്ക് CPI കൂട്ടുനിൽക്കുമെന്ന് കരുതിയില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രിക വരുമ്പോൾ എന്താ പറഞ്ഞിരുന്നത്? പരമാവധി മദ്യം ഒഴിവാക്കി സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത്. പ്രകടന പത്രിക വായിച്ചു നോക്കും. മദ്യഷാപ്പുകൾ പൂട്ടി സ്കൂളുകൾ തുറക്കാനുള്ള സമയം എടുക്കും. ഇപ്പം ഈ സർക്കാർ അനുവദിച്ച മദ്യഷാപ്പുകളുടെ എണ്ണം സർവ്വകാല റെക്കോർഡാണ്.
ഒരു ഭാഗത്ത് മദ്യം, ഒരു ഭാഗത്ത് മയക്കുമരുന്ന്. ഈ മയക്കുമരുന്ന് മാഫിയയുടെ ഇടയിലാണ് കേരളം ഇന്ന് നടന്നു നീങ്ങുന്നത്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. ഇത് തടയിടാനുള്ള ഒരു സംവിധാനവും ഇല്ലാന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ മെസ്സേജ് പോകുന്നത് ഞങ്ങൾ യഥേഷ്ടം മദ്യം വിളമ്പാൻ വേണ്ടി നിൽക്കുകയാണെന്നുള്ള നിലയിലാണ്. ഇത് അങ്ങേയറ്റം അപകടകരമാണ്. ഏത് വിധേനയും എതിർക്കണം എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കോഴിക്കോട് CPM ജില്ലാ സമ്മേളനത്തിൽ നേതാക്കൾക്കു നേരെ രൂക്ഷ വിമർശനം. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. ഇതിൽ ജനങ്ങൾക്ക് വലിയ രോഷം പാർട്ടിയോട് ഉണ്ട്. മാത്രമല്ല, പോക്സോ പീഡന കേസിലെ പ്രതിയെ രക്ഷിക്കാൻ ഇടപെട്ടുവെന്ന ആരോപണങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ മുൻ MLA ജോർജ് M. തോമസിനെ തിരിച്ചെടുത്ത നടപടിക്കെതിരെയും ചർച്ചയിൽ വിമർശനമുയർന്നു. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിനെതിരായ കേസന്വേഷണം അവസാനിപ്പിച്ച് പോലീസ്. കേസിൽ DC ബുക്സ് പ്രസിദ്ധീകരണ വിഭാഗം മേധാവി AV ശ്രീകുമാറിനെ മാത്രം പ്രതി ചേർത്ത് പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ടതില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. രാഷ്ട്രീയ കേരളത്തിൽ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ് DC ബുക്സ് പുറത്തിറക്കാനിരുന്ന CPM നേതാവ് EP ജയരാജന്റെ ആത്മകഥ. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം പുറത്തിറങ്ങാനിരുന്ന പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ പ്രചരിച്ചത് CPM-നെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിരുന്നു. പുസ്തകം വ്യാജമെന്നായിരുന്നു EP ജയരാജന്റെ വാദം. ഇത് സംബന്ധിച്ച കേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. DC ബുക്സ് പ്രസിദ്ധീകരണ വിഭാഗം മേധാവി AV ശ്രീകുമാർ മാത്രമാണ് പ്രതി. കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ടതില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. കോടതിയിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. മറ്റൊരു മാധ്യമപ്രവർത്തകൻ വഴിയാണ് AV ശ്രീകുമാർ EP ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചത്. EPയോ ഈ മാധ്യമപ്രവർത്തകനോ പറയാത്ത കാര്യങ്ങൾ പുസ്തകത്തിൽ ഉൾപ്പെട്ടുവെന്നായിരുന്നു ജയരാജന്റെ വാദം. DC ബുക്സ് ഉടമ DC രവിയെയും ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിച്ചത്. ജനം, കോട്ടയം. ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശ കേസിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി. ഫെബ്രുവരി 5-ന് കേസ് വീണ്ടും പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. കോട്ടയം സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. ചാനൽ ചർച്ചയ്ക്കിടെ PC ജോർജ് നടത്തിയ പരാമർശത്തിൽ യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിരുന്നു. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് പോലീസ് PC ജോർജിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി D-സോൺ കലോത്സവത്തിൽ സംഘർഷം. മത്സരവിധി അട്ടിമറിച്ച UDSF യൂണിയന്റെ ക്രമക്കേട് ചോദ്യം ചെയ്താണ് തർക്കമുണ്ടായത്. MSF KSU യൂണിയൻ ഭരിക്കുന്ന കോളേജുകളെ വിജയിപ്പിക്കാനാണ് അട്ടിമറിയെന്നാണ് ആരോപണം. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, ഇതിങ്ങനെ പതിവാകുകയാണല്ലോ. തീർച്ചയായും കൃഷ്ണദാസ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രി 1:30യോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. നാടൻപാട്ട് മത്സരത്തിന്റെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് MSF KSU യൂണിയൻ ഭരിക്കുന്ന കോളേജുകളെ വിജയിപ്പിക്കാനായി UDSF മത്സരവിധി അട്ടിമറിച്ച ക്രമക്കേട് ചോദ്യം ചെയ്താണ് ഇത്തരത്തിലൊരു തർക്കം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. വളയം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയാണ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി നടന്നിട്ടുള്ളത്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലുണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെയും മർദ്ദിച്ചു എന്നൊരു പരാതിയും നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും UDSF യൂണിയന്റെ ഇത്തരത്തിലുള്ള ക്രമക്കേട് ചോദ്യം ചെയ്തതിനാണ് വലിയ രീതിയിലുള്ള ഒരു തർക്കം ഉണ്ടായത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട വളയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്. ശരി, വിവരങ്ങൾ നൽകിയത് ദിസ്ന സുരേഷ്. കൊല്ലത്ത് 3 പേർക്ക് വെട്ടേറ്റു. കൊല്ലം ശക്തികുളങ്ങരയിൽ കുടുംബ വഴക്കിനെ തുടർന്നാണ് 3 പേർക്ക് വെട്ടേറ്റത്. ശക്തികുളങ്ങര സ്വദേശിനി 65-കാരി രമണി, സഹോദരി 52-കാരി സുഹാസിനിയുടെ മകൻ സൂരജ് എന്നിവർക്കാണ് വെട്ടേറ്റത്. തലയ്ക്ക് പരുക്കേറ്റ രമണിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രമണിയുടെ ഭർത്താവ് 74-കാരൻ അപ്പുക്കുട്ടൻ പോലീസ് കസ്റ്റഡിയിലാണ്. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, ഈ രമണിയുടെ ഭർത്താവ് 74-കാരനായ അപ്പുക്കുട്ടനാണോ ഈ കൃത്യം ചെയ്തത്? രാവിലെ 8:00 ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ശക്തികുളങ്ങരയിൽ കുടുംബ വഴക്കിനെ തുടർന്നാണ് 3 പേർക്ക് വെട്ടേറ്റത്. ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പുക്കുട്ടൻ തന്നെയാണ് ഈ കൃത്യം ചെയ്തിട്ടുള്ളത് എന്ന് പോലീസ് വിവരിച്ചിട്ടുണ്ട്. അപ്പുക്കുട്ടനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ
രാവിലെയോടുകൂടി തന്നെ ഈ രമണി തന്നെ അപ്പുക്കുട്ടൻ തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടാകുന്നു. കുടുംബ പ്രശ്നത്തെ കുറിച്ച് ഉണ്ടായിട്ടുള്ള ഈ ഒരു സംഘർഷത്തിൽ ആദ്യം രമണിയെയാണ് അപ്പുക്കുട്ടൻ എത്തുന്നത്. തുടർന്നാണ് സമീപത്ത് തന്നെ താമസിക്കുന്ന സുഹാസിനി, ഈ രമണിയുടെ സഹോദരി, ഓടി ഇവിടേക്ക് എത്തുന്നത്. കൂടെ ഈ സുഹാസിനിയുടെ മകൻ സൂരജുണ്ടായിരുന്നു. അവർ ഓടിയെത്തി ഇതിൽ ഇടപെട്ടപ്പോഴാണ് ഇവർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും തലയ്ക്ക് പരിക്കേറ്റ രമണിയെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് തന്നെ പോലീസ് എത്തി അപ്പുക്കുട്ടനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഈ രാവിലെ തന്നെ ഇത്തരത്തിലൊരു തർക്കം വീട്ടിലുണ്ടായ സമയത്ത് അതിൽ ഇടപെടാൻ വന്നവരാണ് ഈ സഹോദരിയായ സുഹാസിനിയും മകൻ സൂരജും. ഇവരെ പിടിച്ചു മാറ്റുവാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊല്ലം ശക്തികുളങ്ങരയിൽ 3 പേർക്ക് വെട്ടേറ്റു. എം മനോജാണ് വിവരങ്ങൾ നൽകിയത്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.